ഷാബു പ്രസാദ് നോക്കൂ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ഇലക്ഷനിൽ അതാത് കാലത്തെ കാര്യങ്ങളാണ് പ്രതിഫലിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 3 തവണ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു മുഖ്യമന്ത്രി. അതിനു മുമ്പുള്ള 3 തവണ ഷീലാ ദീക്ഷിത് ആയിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസ് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി 1998 മുതൽ ഡൽഹി ഭരിക്കാൻ, ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥം ഭരിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തവണ എന്ത് വിധേനയും അധികാരം കിട്ടണം. അതിപ്പോൾ 1 ലക്ഷം കോടി രൂപ ഫോർഗോൺ എന്നൊക്കെ ധനമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെയാണോ? അഭിലാഷേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളതാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ്. BJP പറഞ്ഞിട്ടൊന്ന് ഇലക്ഷൻ കമ്മീഷനാണ് ഫെബ്രുവരി 5 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഇനിയിപ്പം ഇതിനു മുമ്പും ഡൽഹി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. ഇതിനു മുമ്പും ഇവിടെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. എത്രയോ തവണ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അതിപ്പം ആയിക്കോട്ടെ, ആരോപണങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ അതിനെ വിമർശിക്കാം. അതിനെയൊന്നും ഞാൻ ഇവിടെ നിഷേധിക്കുന്നില്ല. ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ ഇത്തവണത്തെ ഈ പ്രതികരണങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എല്ലാവരും, ജോൺ ബ്രിട്ടാസ് പോലും പറഞ്ഞില്ല. അതായത് പൊതുവേ ബജറ്റ് വന്നു കഴിഞ്ഞ്, യൂണിയൻ ബജറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആരോപണം കോർപ്പറേറ്റുകൾക്ക് സഹായിക്കുന്നു, കോർപ്പറേറ്റ് ഫ്രണ്ട്ലി ബജറ്റാണ്, വൻകിടക്കാരെ സഹായിക്കുന്നു. അങ്ങനെ ഒരു ആരോപണം BJPയുടെ കടുത്ത ശത്രുക്കൾ പോലും ഇതുവരെ ഉയർത്തി കണ്ടില്ല. ഇനി അവർ മറന്നുപോയതാണോ, അതിനുള്ള വകുപ്പൊന്നും ഇതിൽ നിന്ന് കിട്ടാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്ക് കഴിഞ്ഞ തവണ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരുന്നു ഇത് കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ല, ഞാൻ ഈ ബജറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഈ ബജറ്റിനെ പറ്റിയാണല്ലോ അഭിലാഷെ സംസാരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ നമ്മുടെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം 45 കോടിയോളം വരുന്നതാണ്. 45 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ ജനസംഖ്യയേക്കാൾ അധികമാണ്. ഈ മിഡിൽ ക്ലാസ്സാണ് നമ്മുടെ എക്കണോമിയുടെ ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറയുന്നത്. അവരുടെ കയ്യിലെത്തുന്ന പണം, അവർ ചെലവഴിക്കുന്ന പണം, ഈ ഫാക്ടറിലാണ്, ഈ യാഥാർത്ഥ്യത്തിലാണ് നമ്മുടെ എക്കണോമി ചലിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിന് കിട്ടുന്ന ആനുകൂല്യം, രാജ്യത്തിന് കിട്ടുന്ന ആനുകൂല്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ വരുമാനം കൂടും, സർക്കാരിൻ്റെ വരുമാനം കൂടും. അവർ കൂടുതൽ ഇൻഡസ്ട്രിയിൽ കൂടുതൽ പണം ചെലവഴിക്കുമ്പോൾ, മാർക്കറ്റിൽ ചെലവഴിക്കുമ്പോൾ വ്യാപാരം കൂടും. അത് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്കും അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ 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 പ്രധാനമാണ്. നമ്മുടെ രാജ്യത്തിനെ ചലിപ്പിക്കുന്നത് മിഡിൽ ക്ലാസ്സാണ്, ഒരു സംശയവും വേണ്ട. അല്ലാതെ വൻകിട കോർപ്പറേറ്റുകളല്ല. മിഡിൽ ക്ലാസ്സും കർഷകരുമാണ് ഇവിടെ ഈ രാജ്യത്തിനെ ചലിപ്പിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഈ കർഷകർക്കൊന്നും കിട്ടിയില്ല, കൃഷിക്കാർക്കൊന്നും കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ തന്നെ ഇവിടെ ടൈറ്റിൽസും സ്ക്രോൾ ന്യൂസും ഒക്കെ ഞാൻ ഇങ്ങനെ കാണിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതി, സ്റ്റാർട്ടപ്പിൽ 27 മേഖലകൾ കൂടി ഉൾപ്പെടുത്തും, മൈക്രോ ഇൻഡസ്ട്രീസ് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടുത്തും. ഇതൊക്കെ ആർക്കാണെന്നേ ഗുണം. ഇപ്പം ഇവിടെ MSME, ഇവിടെ ഇന്ന് ധനമന്ത്രി ഏറ്റവും കൂടുതൽ പരാമർശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ MSMEകളുടെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ കൊണ്ടുണ്ടായ MSMEകളുടെ ആ ഒരു വളർച്ച, ഇവിടെ നിന്നുള്ള കയറ്റുമതിയുടെ 35% ഈ സ്മോൾ സ്കെയിൽ, ഈ അസംഘടിത മേഖലയിൽ നിന്നാണ്. ആ MSMEകളുടെ വളർച്ച വളരെ നിർണായകമാണത്. ആ MSMEകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ്. ആ MSMEകൾ വളരുമ്പോൾ ഇവിടെ രാജ്യത്തെ തൊഴിൽ ലഭ്യതയാണ് കൂടുന്നത്. ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് പ്രയോജനം എവിടെയാണ് ഈ ലഭിക്കുന്നത്? ആർക്കാണ് ലഭിക്കുന്നത്? നമ്മൾ ആലോചിക്കുക. ഇവിടെ 100% സാധാരണ മിഡിൽ ക്ലാസ്സിനെയും ലോവർ മിഡിൽ ക്ലാസ്സിനെയും അവർക്കും പ്രയോജനം ചെയ്യുന്ന ഇതുപോലെ ഒരു ബജറ്റ് എൻ്റെ ഓർമ്മയിലെങ്ങുമില്ല. വലിയ ആത്മവിശ്വാസമാണ്. പക്ഷെ നേരത്തെ ശ്രീ MP അദ്ദേഹം പറഞ്ഞത് ആകെ ഉണ്ടായിരുന്ന കയ്യടി അതിൻ്റെ ഇരട്ടി വരും ഒറ്റ പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഈ ബജറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതൊരു വളരെ വലിയ പ്രഖ്യാപനവുമാണ്, അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ആ ഒറ്റ പോയിന്റിനെ കേന്ദ്രീകരിച്ച് പോകുന്നു. മറ്റിടങ്ങളിൽ പേരിന് വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണോ എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നത്.